ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ പച്ചമാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ടല്ലേ? ഇത്തവണ നമുക്ക് വെറൈറ്റി ആയിട്ട് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് നോക്കിയാലോ? മിക്കവരും ചെയ്യാറുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ അത് കഴുകിയെടുക്കാൻ പോട്ടെ, നല്ലതൊക്കെ നോക്കി എടുത്ത് മാറ്റി വെച്ച് കഴുകി നമുക്ക് ഉപ്പിലിടാം. അപ്പോൾ അതാ പാറക്കൂട്ടം വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച മാങ്ങയൊന്നും കൊള്ളില്ലെന്നും പറഞ്ഞ് എറിഞ്ഞ് കളയുന്നുണ്ട്. ഒന്നും രണ്ടും എടുത്ത് കളഞ്ഞിട്ട് മതിയായിട്ട് ചട്ടിയോടെ എടുത്ത് കളയാനുള്ള ശ്രമത്തിലാണ്. പാവം വീണുപോയി. വീണെടുത്തുനിന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചെഴുന്നേറ്റ് പിന്നെയും ഓരോന്നോരോന്നായിട്ട് എറിഞ്ഞ് കളയുന്നുണ്ട്. അങ്ങനെ എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അച്ഛൻ അത് അടുത്ത ചാക്ക് മാങ്ങാപ്പഴമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് വാരിക്കളയണമല്ലോ, അതിനുവേണ്ടി പാറു ഇതാ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കൂടി എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ് ആൾ. അപ്പം അച്ഛൻ അതാ വെള്ളം എടുത്ത് മാങ്ങ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പാറുവിന് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. പാറു കഴുകിക്കോളാന്നും പറഞ്ഞിരിക്കുക. അപ്പം അച്ഛമ്മ അതാ കഴുകി നമ്മുടെ ഭരണിയിലേക്ക് മാങ്ങ എടുത്തിടുന്നുണ്ട് കേട്ടോ. പാറുക്കുട്ടിയും ഉണ്ട് സഹായത്തിന്. വെള്ളത്തിൽ കളി പിന്നെ പിള്ളേരുടെ സ്ഥിരം പരിപാടിയല്ലേ. ഇത്തിരി വെള്ളം കിട്ടിയാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരുന്നോളും. അടുത്ത പണി അച്ഛമ്മ എടുത്ത് ഭരണിയിലിട്ട മാങ്ങ എടുത്ത് എറിഞ്ഞ് കളയുക എന്നതാണ്. അതൊന്നും കൊള്ളില്ല അച്ഛമ്മ എന്നാണ് പാറുവിൻ്റെ വാദം. അങ്ങനെ അച്ഛമ്മയും കൊച്ചുമോളും കൂടെ മാങ്ങ ഭരണിയിലിടും എടുത്ത് കളയും, ഭരണിയിലിടും എടുത്ത് കളയും. അച്ഛമ്മയുടെ കൈ കൊടുത്താൽ പിന്നെ ഇടുന്നതുകൊണ്ട് ഇതാ ഞങ്ങൾ താഴേക്ക് എറിഞ്ഞ് കളയാൻ പോവാണ്. അപ്പോഴത്തേനും അമ്മ വന്നത് പിടിച്ച് മേടിച്ച് ഭരണിയിലിട്ട്. ഇതിനി എപ്പോൾ ഭരണി നിറയോ എന്തോ. അച്ഛമ്മ ലാസ്റ്റ് മടുത്ത് വേറെ പണിക്ക് പോയി. എന്നാലും പാറുക്കുട്ടി തളർന്നിട്ടില്ല. പിന്നെയും മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. അച്ഛമ്മ അതെല്ലാം വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാറുക്കുട്ടിക്ക് ആ മാങ്ങാപ്പഴം ഒന്ന് പൊളിച്ചു കൊടുക്കും. നല്ല മധുരമുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പാറുവിനിപ്പോൾ എന്നും ഇത് തന്നെ മതി. മാങ്ങാപ്പഴം കഴിച്ചു കഴിഞ്ഞ് അടുത്ത പരിപാടി വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ആൾ പോയി ടാപ്പ് തുറക്കുന്നതിന് അച്ചാച്ചൻ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്ന്? അത് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ തുറക്കുക, വെള്ളത്തിൽ കളിക്കുക, ഇത് തന്നെ പരിപാടി. ഇനി അതിന് സമ്മതിച്ചില്ലെങ്കിൽ ആ പാത്രത്തിൽ കിടക്കുന്ന മാങ്ങയല്ല അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അച്ഛമ്മ പിന്നെ ആ പാത്രത്തിൽ നിന്ന് ഓരോ മാങ്ങ കഴുകിയെടുത്ത് ഭരണിയിൽ നിറയ്ക്കുന്നുണ്ട്. പാറു പിന്നെയും വെള്ളമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഭരണി ഇതാ നിറയുകയാണ് കേട്ടോ. ഇതെങ്ങനെയാവും എന്നൊന്നും അറിയില്ല, ആദ്യത്തെ പരീക്ഷണം കേട്ടോ. അപ്പോൾ ഭരണിയിൽ നിറച്ച് മാങ്ങയിട്ട് നമ്മളിതാ മൂടി കെട്ടി വെക്കാൻ പോവാണ്. ഇടയ്ക്കൊരു കുഞ്ഞിക്കൈ വരുന്നുണ്ട്, തട്ടി മാറ്റിയാലും പോകില്ലാത്തതുകൊണ്ട് പിന്നെയും വെള്ളം തന്നെ ശരണം. അച്ഛമ്മ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന മാങ്ങയെല്ലാം മോള് ഭരണിയിൽ നിന്ന് തിരിച്ച് പെറുക്കി വെള്ളത്തിൽ തന്നെ കൊണ്ടിടുന്നുണ്ട്. പാറു എന്നുള്ള പേര് മാറ്റി വല്ല താമരാന്ന് ഇടണമായിരുന്നു. എപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് ആള്. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞാവന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? അങ്ങനെ ഇതാ പല്ല് തേപ്പും കുളി അലക്കും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പോയി മാങ്ങ ഉപ്പിലിടാം. പിന്നെ നമ്മൾ ഭരണി എടുത്ത് അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഇടുക. പിന്നെ വെള്ളം തിളപ്പിച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നിറയുന്നവരെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ല വെള്ള തുണി വേണം. തുണി എടുത്തിട്ട് ഇതുപോലെ അത് മൂടി ചുറ്റി കെട്ടി വെക്കണം. എന്നിട്ട് ഭരണി അടച്ച് വെക്കുക. ഇനി ഒരു 1-2 മാസം കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോഴത്തേക്കും അച്ചാച്ചൻ എന്താ വേറെ നല്ല വലിയ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. പാറു കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത മാങ്ങ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. മാങ്ങ വെച്ച് കളിയാണ്. ഇത്രയും മാമ്പഴം കയ്യിലുണ്ടെങ്കിലും നമ്മൾ ചോദിച്ചല്ലോ ഒരെണ്ണം തരത്തില്ല കുശുമ്പി പാറു. അങ്ങനെ അതാ 2 മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഭരണി തുറക്കുകയാണ്. ഇടയ്ക്ക് മമ്മി ഞങ്ങളെ കാണാതെ തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പാത്രത്തിലെ അളവ് കുറഞ്ഞിരിക്കുന്നത്. അച്ചാച്ചനത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് വെറുതെ അരിഞ്ഞ ഉപ്പും മുളകും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഞ്ഞീൻ്റെ കൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇതെടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. പാറുവിന് അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മൾ 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുറിച്ചില്ലെങ്കിലും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ട് മാങ്ങ പുളിശ്ശേരി വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തൊലി കളയാതെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കടുകും ചുവന്നുള്ളി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.